കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന പേപ്പറിൽ 2018 വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കമ്പ്യൂട്ട് ദി ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ഡാവിഡ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2024-25. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി -8,000, അതായത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ₹95,000. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബോണ്ട് 85,000 ലോസ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 18,000. The assessee has unabsorbed depreciation ₹35,000 being brought forward from 2022-23. Assessee had closed the business and all the assets have been disposed of. ഇപ്പോൾ നിലവിൽ 2024-25 ബേസ് ചെയ്തുകൊണ്ട് അസസ്മെൻ്റ് ഇയർ മാറ്റിക്കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് കൊടുത്തുകൊണ്ട് ജസ്റ്റ് കോളംസ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾ കോളംസ് ആയിട്ട് വരച്ചുകൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് വരുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇൻകം ഫ്രം സാലറി നമ്മുടെ ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കൊടുക്കുന്നു. ഇവിടെ ലോസ് ആണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കാണിച്ചത് 8,000. ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ബിസിനസ് ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടില്ല, ബ്രൗട്ട് ഫോർവേഡ് ആണ്. ഇവിടെ ലോസ് ആണ് വരുന്നത്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ 35,000, അതിനെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ 8,000 35,000 കാണിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 95,000 ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് വരുന്നത്. അപ്പോൾ ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനെയും നമ്മൾ കാണിച്ചു. എത്രയാണ് വരുന്നത്? 95,000 ആണ്. അപ്പോൾ ഈ 95,000-ൽ നിന്നും 8,000-നെയും 35,000-നെയും നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ 52,000 എന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്, ക്യാരി ഫോർവേഡ് ലോസ് ആണ് 85,000. ഇതിനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുകയില്ല, കാരണം ലോങ് ടേം ക്യാപിറ്റൽ ലോസിനെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനെ നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട് 18,000. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. 52,000-ഉം 18,000-ഉം ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 70,000 എന്ന് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിഡക്ഷൻ ഇല്ല, അപ്പോൾ 70,000 തന്നെ എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് 14ാമത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2018 ശ്രീ അനിൽ ഏൺഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ₹5 lakh ഇൻ ദി പ്രീവിയസ് ഇയർ 2023-24 ആൻഡ് മെയ്ഡ് ദി ഫോളോയിങ് ഡൊണേഷൻസ് ഡ്യൂറിങ് ദി ഇയർ. ₹10,000 to Chief Minister's Earthquake Relief Fund, Gujarat. ₹15,000 to National Foundation for Communal Harmony. ₹20,000 to Municipal Corporation approved for promotion of family planning. ₹45,000 to approved institutions. ₹20,000 to Swachh Bharat Kosh. Compute the amount of deduction admissible to him under section 80G for the assessment year 2024-25. അതായത് 80G എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡിഡക്ഷൻസിലെ 80G-യുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോ ലിമിറ്റ് ഡൊണേഷൻസിനെ നമ്മൾ കാണിക്കുന്നു. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് എന്താണ്? നോ ലിമിറ്റ് ഡൊണേഷൻസിനെ എല്ലാം കാണിക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ നോ ലിമിറ്റ് ഡൊണേഷൻസ് വരുന്നത് എന്താണ്? നോ ലിമിറ്റ് ഡൊണേഷൻസിൽ വരുന്നതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത് റിലീഫ് ഫണ്ടും നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണിയും അതേപോലെ സ്വച്ഛ് ഭാരത് കോശും. ഇതിനെ മൂന്നിനെയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 45,000 എന്ന് കിട്ടും. അതിന് ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഓക്കെ, ജസ്റ്റ് 2 എമൗണ്ട് കോളമായിട്ട് നിങ്ങൾ വരച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് ആണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത്. അതിൽ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് 100% ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് ആണ്. അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ 50% ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേഷൻ നടത്തണം. ഇത് വർക്കിംഗ് നോട്ടായിട്ട് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫയിങ് എമൗണ്ട് കാണുന്നു. അതായത് ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഡൊണേഷൻ, മൊത്തം ഡൊണേഷൻ എത്രയാണ് വരുന്നത്? 20,000 പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിലും 45,000 അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് വരുന്നത്. ഇപ്പോൾ 65,000 വരും. അതായത് നിങ്ങളെ ക്വസ്റ്റനിൽ ജസ്റ്റ് നോക്കുക, ഇവിടെ 45,000 20,000 ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അത് രണ്ടിനെയും കാണിക്കുന്നു.
അപ്പോൾ എത്ര കിട്ടും? 65,000 കിട്ടും. ഇനി അതേപോലെ തന്നെ 10% ഓഫ് GTI കാണുന്നു. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10%. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh ആണ്. അതിൻ്റെ 10% കണ്ടാൽ എത്ര കിട്ടും? 50,000 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ആണ് ക്വാളിഫയിങ് എമൗണ്ട്. ലീസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ അതിൽ 100% പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിലേക്ക് കൊടുക്കും. അതായത് 20,000 50,000 100% കൊടുത്തു. ബാക്കി 30,000 ആണ് വരുന്നത്. ഈ 30,000ൻ്റെ 50% ഏതിലേക്ക് കൊടുക്കും? അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതിൽ. അതായത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 30,000ൻ്റെ 50% എന്ന് പറയും നമുക്ക് 15,000 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ 35,000 നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ 35,000ഉം 45ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G പ്രകാരമുള്ള ടോട്ടൽ ഡിഡക്ഷൻ എത്ര കിട്ടും? 80,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കുക. മിസ്റ്റർ കൃഷ്ണ ഓൺസ് എ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ ഡൽഹി. The house is having 2 identical units. First unit of the house is self-occupied by Mr. Krishna and another unit is rented for rupees 12,000 per month. The rented unit was vacant during the year. The particulars of the house for the previous year 2016-17 are as under. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന റെൻറ്റഡ് യൂണിറ്റ് വാസ് വേക്കൻറ്റ് ഡ്യൂറിങ് ദി ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര ടൈമാണ് വേക്കൻ്റ് എന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. ശരിക്കും അത് അവിടെ 3 months ആണ് വേക്കൻ്റ് വരുന്നത്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അത് ജസ്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അവിടെ 3 months എന്ന് കൊടുക്കുക. ഓക്കെ, the particulars of the house for the year 2016-17 are as under. Standard rent 2 lakh per annum. Municipal valuation 2,44,000 per annum. Fair rent 2,35,000. Municipal tax paid by Mr. Krishna 12% of municipal valuation. Light and water charges 800 per month. Interest on borrowed capital 2,000 per month. Insurance charge 3,500 per annum. Painting expense 16,000 per annum. Compute income from house property of Mr. Krishna for the assessment year 2017-18. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 യൂണിറ്റ് പറയുന്നുണ്ട്. അതായത് ഒന്നെന്താണ്? സെൽഫ് ഒക്കുപ്പൈഡ് ആണ് ഒന്നാമത്തെ വരുന്നത്. അപ്പോൾ അവിടെ സെൽഫ് ഒക്കുപ്പൈഡ് നമ്മൾ യൂണിറ്റ് 1 കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ വരുന്നത് ലെറ്റ് ഔട്ട് ആണ്. അപ്പോൾ സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ കേസിൽ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നില്ലായിരിക്കും. സെൽഫ് ഒക്കുപ്പൈഡിൻ്റെ കേസിൽ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. നെറ്റ് ആനുവൽ വാല്യൂ ഉണ്ടാവുകയില്ല. പക്ഷെങ്കിൽ അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോണ് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 2,000 പെർ മന്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 2,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ റെൻറ്റഡ് ഹൗസിൻ്റെ മാത്രം എടുക്കുമ്പോൾ എന്ത് വരും? പകുതി വരും. ഓക്കെ, അപ്പോൾ അതായത് 2,000 പെർ മന്ത് ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ 24,000 ആണ്. അതിൻ്റെ പകുതി നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മൈനസ് ചെയ്യുന്നു 12,000. ഇപ്പോൾ ഇൻകം ഫ്രം സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി 12,000 നമുക്ക് മൈനസ് കിട്ടും, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇനി ലെറ്റ് ഔട്ടിൻ്റെ കേസിൽ മുനിസിപ്പൽ വാല്യൂ അതിൻ്റെ 1/2 പോർഷൻ എടുക്കുന്നു. അതായത് 2,44,000ൻ്റെ 1/2 പോർഷൻ 1,22,000. ഫെയർനൽ വാല്യൂയുടെയും 1/2 പോർഷൻ എടുക്കുന്നു, 1,17,500. സ്റ്റാൻഡേർഡ് റെൻറ്റിൻ്റെയും 1/2 പോർഷൻ. കാരണം ലെറ്റ് ഔട്ടും സെൽഫ് ഒക്കുപ്പൈഡും രണ്ടും വരുന്നതുകൊണ്ടാണ് പകുതി എടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് റെൻറ്റും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലീസ്റ്റ് ഏറ്റവും ഹയർ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. പക്ഷേ സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും കൂടാൻ പാടില്ല എക്സ്പെക്റ്റഡ് റെൻറ്റ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് എത്ര തന്നെ കിട്ടും? എക്സ്പെക്റ്റഡ് റെൻറ്റിൻ്റെ വാല്യൂ 1 lakh എന്ന് കിട്ടും. ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് 12,000 ആണ് നമ്മുടെ റെൻറ്റ് വരുന്നത്. അപ്പോൾ 12,000 ഇൻറ്റു 9 3 months എന്താണ്? വേക്കൻ്റ് ആണ്. അപ്പോൾ 1,08,000 എന്ന് കിട്ടും. ഇപ്പോൾ GAVയുടെ വാല്യൂ നമുക്ക് കിട്ടും 1,08,000. അതായത് അതിൽ ഹയർ എമൗണ്ട് GAV നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമ്മൾ മുനിസിപ്പൽ ടാക്സ് കുറക്കണം. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റനിൽ പറഞ്ഞത് 12% ആണ്. മുനിസിപ്പൽ വാല്യൂ 1,22,000 ആയിരുന്നു. അതിൻ്റെ 12% കണ്ടു കഴിഞ്ഞാൽ 14,640 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ വാല്യൂ എത്ര വരും? 93,360 കിട്ടും. ഇതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% മൈനസ് ചെയ്യുന്നു, 28,008 വരും. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 12,000 ലെറ്റ് ഔട്ട് പോർഷൻ്റെത് മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര കിട്ടും? നമുക്ക് 53,352 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ലോസ് നേരത്തെ പറഞ്ഞിരുന്നു 12,000, അതിനെ മൈനസ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 41,352 എന്ന് അവസാനം നമുക്ക് കിട്ടും. ഓക്കെ.
ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് മിസ്റ്റർ മോഹിത് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2016-17 യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദി ടോട്ടൽ ഇൻകം ഓഫ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2016-17 ആൻഡ് അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ലോസ് വിച്ച് വിൽ ബി ക്യാരിഡ് ഫോർവേഡ് നെക്സ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഇവിടെ he owns 2 houses. House number 1 income after all statutory deduction 80,000. House number 2 current year loss ആണ് 38,000. He has 3 proprietary business concern. Textile business discontinued, current year's loss 40,000, brought forward loss 95,000. Chemical business since discontinued, bad debt allowed in earlier years recovered during the year 35,000. Brought forward business loss 50,000. Leather business profit for the current year 1 lakh. Share of profit in a firm in which he is partner since 2005 16,550. Short term capital gain 60,000. Long term capital loss 35,000. കോൺട്രിബ്യൂഷൻ ടു LIC ടുവാർഡ്സ് പ്രീമിയം 10,000. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നതിൽ ഹൗസ് നമ്പർ 1 80,000 പ്രോഫിറ്റ് ആണ്. ഹൗസ് നമ്പർ 2 ലോസ് ആണ് 38,000. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 42,000. അത് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 42,000 എന്ന് കിട്ടും ലോസിന്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ പ്രോഫിറ്റ് ഫ്രം ലെതർ ബിസിനസ് 1 lakh ഉണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം പറഞ്ഞിട്ടുള്ളത് ഇൻകം എന്താണ് അലോഡ് ഏർലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യണം 35,000. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര കിട്ടും? 1,35,000 എന്ന് കിട്ടും. ഇനി കറണ്ട് ഇയർ ലോസ് ടെക്സ്റ്റൈൽ ബിസിനസ് 40,000 ഉണ്ട്, അതിനെ മൈനസ് ചെയ്യണം. അത് സെറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ 95,000 വരും. ബ്രോട്ട് ഫോർവേഡ് ബിസിനസ് ലോസ് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു 95,000 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ 0 ആണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ഇനി ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 60,000 ആണ്. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 42,000ഉം 60,000ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,02,000 നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ക്വസ്റ്റനിൽ LIC പ്രീമിയം വരുന്നുണ്ട്. ATCയിൽ വരുന്ന 10,000 അതിനെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം എത്ര കിട്ടും? 92,000 എന്ന് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ.